എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിന്ന് അരി വറുത്ത് പൊടിച്ചാണ് ഇലയട ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് അരിപ്പയിൽ ഇട്ട് വച്ചിരിക്കുകയാണ്. നല്ലതുപോലെ വെള്ളം വാർന്ന ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരി നന്നായിട്ട് പൊടിച്ചെടുക്കാം. അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കണം. അരി വറുക്കുന്നതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. മാവ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ, ഉണങ്ങിയ പാത്രത്തിൽ ഇട്ട് നിരത്തി വയ്ക്കാം. അതിൻ്റെ ചൂട് പോകാനായിട്ട് നിരത്തി വയ്ക്കാം. ഇനി ആവശ്യത്തിന് ശർക്കര വെള്ളമൊഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. ഉരുക്കി നന്നായിട്ട് അരിച്ചെടുക്കണം. മാവ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്നുകൂടി മിക്സിയിൽ പൊടിച്ചെടുക്കാം. കട്ട പിടിച്ച് കിടക്കുന്ന മാവ് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മാവ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പകുതി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ശർക്കര പാനി അരിച്ചു വച്ചിട്ടുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. പാത്രം നന്നായി ചൂടായ ശേഷം ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ചിരകി വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. തേങ്ങ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്ക പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുക്കാം. ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മാവ് വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട്
നിരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.